ഇന്ന് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമെന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് FIR രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം. ആദ്യഘട്ട പ്രതിപട്ടികയിൽ 11 പേർ ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളടങ്ങുന്ന 42 പേജുള്ള അന്വേഷണ റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. കോടതി നിർദ്ദേശപ്രകാരം അടിയന്തരമായി FIR രജിസ്റ്റർ ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. ദേവസ്വം കമ്മീഷണർ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയപ്പോൾ FIR ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരുന്നു. കോടതി പറഞ്ഞ മോഷണം, വഞ്ചനാക്കുറ്റം, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്ക് പുറമെ അഴിമതി നിരോധന വകുപ്പ് കൂടി ചേർക്കും. കോടതി ഉത്തരവിൽ ഉൾപ്പെട്ടവർ പ്രതികളാകും. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി ഇവരെ കൂടാതെ ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള മുരാരി ബാബു, തിരുവാഭരണ കമ്മീഷണർ KS ബൈജു, എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ്, അന്നത്തെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ഉൾപ്പെടെ 9 ഉദ്യോഗസ്ഥരും പ്രതിപട്ടികയിൽ വന്നേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കളും പ്രതികളാകുമെന്നാണ് സൂചന. പത്തനംതിട്ടയിൽ ക്യാമ്പ് ഓഫീസ് ആരംഭിച്ചായിരിക്കും പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം. FIR രജിസ്റ്റർ ചെയ്താൽ ചോദ്യം ചെയ്യലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ഉടനടി കടക്കാനാണ് SIT സംഘത്തിന്റെ തീരുമാനം. നേരത്തെ തന്നെ കേസിന്റെ പ്രാഥമിക വിവര തെളിവ് ശേഖരണം പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.